നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണത്തെ ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏഷ്യൻ രാജ്യമായ ഖത്തറായിരുന്നു. നമുക്കറിയാം, ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഖത്തർ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് അർജന്റീനയാണ്. ഇനി 2026 നടക്കുന്ന ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് 3 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഫിഫ വേൾഡ് കപ്പ് അരങ്ങേറുക. പിന്നീട് 2030 വേൾഡ് കപ്പ് നടക്കുക. ആ വർഷം 6 രാജ്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു വേൾഡ് കപ്പ് നടക്കുക. ഉറുഗ്വേ, അർജന്റീന, പരാഗ്വേ എന്നിവിടങ്ങളിൽ വെച്ചുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിലെ ചില മത്സരങ്ങൾ നടക്കും. സ്പെയിൻ, മൊറോക്കോ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഭൂരിഭാഗം മത്സരങ്ങളും നടക്കുക. ഫിഫ വേൾഡ് കപ്പിന്റെ 100ാം വാർഷികത്തിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് 6 രാജ്യങ്ങളിലായിക്കൊണ്ട് ഈ ഒരു വേൾഡ് കപ്പ് സംഘടിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നിർണായക മത്സരങ്ങൾ സ്പെയിൻ, മൊറോക്കോ, അതുപോലെ തന്നെ പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. ഇപ്പോഴിതാ കലാശ പോരാട്ടത്തിനുള്ള വേദിയും നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. റയൽ മാഡ്രിഡിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് 2030 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുക. ഇക്കാര്യം സ്പാനിഷ് മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 85,000-ഓളം ആരാധകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമാണ് ഇത്. വേൾഡ് കപ്പ് ഫൈനലിന് വേദിയാകണമെങ്കിൽ നിർബന്ധമായും 80,000-ന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് ഫിഫ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സാന്റിയാഗോ ബെർണാബുവിന് നറുക്ക് വീണിട്ടുള്ളത്. ഈയിടെ റയൽ മാഡ്രിഡ് തങ്ങളുടെ ഈ ഒരു സ്റ്റേഡിയം പുതുക്കി പണിതിരുന്നു. അടക്കാനും തുറക്കാനും കഴിയുന്ന റൂഫ് ഉൾപ്പെടെയുള്ള മികച്ച സംവിധാനങ്ങൾ ഇപ്പോൾ സാന്റിയാഗോ ബെർണാബുവിൽ അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിൽ ഒന്നുകൂടിയാണ് സാന്റിയാഗോ ബെർണാബു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.